ഗുഡ് മോർണിംഗ്. നമ്മൾ തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യകളുടെ തുക, തുടർച്ചയായ n ഇരട്ട സംഖ്യകളുടെ തുക കാണുന്ന രീതിയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക 1 + 2 + 3 + 4 + n. തുടർച്ചയായ n എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n × n + 1/2 ആയിരിക്കും. എന്നാൽ അടുത്ത നമ്മൾ പഠിക്കുന്നത് തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ തുക, അതായത് 2 + 4 + 6 = 4 × 2 6, 6 × 12. അപ്പോൾ 12 എന്ന് പറയുമ്പോൾ 1 2 3 സംഖ്യകളുണ്ട്. ആ 3 സംഖ്യകൾ എന്ന് പറയുന്നത് എന്താണ്? 3 × 12 കിട്ടാൻ 4 ഗുണിക്കണം. 4 3 12. അടുത്ത 2 + 4 + 6 + 8 12 × 20. അപ്പം 20 എന്ന് പറയുന്നത് 1 2 3 4 സംഖ്യ ഇൻറ്റു 20 ഇടണമെങ്കിൽ 5 ഗുണിക്കണം. 5 4 20. അടുത്ത 2 + 4 + 6 + 8 = 8 + 10 = 20 × 10 30. അപ്പോൾ 30 എന്ന് പറയുന്നത് 1 2 3 4 5, തൊട്ടടുത്ത സംഖ്യ 6. അങ്ങനെ വരുമ്പോൾ 2 + 4 + 6 + 8 + 10 + 12. അപ്പോൾ നമുക്ക് 1 2 3 4 5 6 സംഖ്യയുണ്ട്. 6 × തൊട്ടടുത്ത സംഖ്യ എത്ര? 7. അപ്പോൾ എത്ര ആവും? 42. 30 12 42. അപ്പോൾ തുടർച്ചയായ ഇരട്ട സംഖ്യകളെ തുക കണ്ടുപിടിക്കാൻ എത്ര ഇരട്ട സംഖ്യ ഉണ്ടോ, 7 ഇരട്ട സംഖ്യ ഉണ്ടെങ്കിൽ ആ സംഖ്യയുടെ തുക എന്ന് പറയുന്നത് 7 × 8. 7 × 8 56. അതായത് ഇവിടെ 1 2 3 4 5 6 സംഖ്യ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത സംഖ്യ 6 1 7 6 7 42. 7 സംഖ്യയുടെ തുകയാണെന്നുണ്ടെങ്കിൽ 7 × 8 7 8 56. അതുപോലെ തുടർച്ചയായ 10 ഇരട്ട സംഖ്യകളുടെ തുക, തുടർച്ചയായ 10 ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 10 × തൊട്ടടുത്ത സംഖ്യ 11 11 48 110. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ എത്ര സംഖ്യയുണ്ടോ ആ സംഖ്യയെ തൊട്ടടുത്ത സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് n ഇരട്ട സംഖ്യ ഉണ്ടെങ്കിൽ തുടർച്ചയായ n ഇരട്ട സംഖ്യകളാണെങ്കിൽ n ആണ് എണ്ണം, അങ്ങനെയെങ്കിൽ തുക എന്ന് പറയുന്നത്, അതായത് സം എന്ന് പറയുന്നത് എന്താണ്? n × n + 1. n × n + 1. നോക്കാം, ഇവിടെ n എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ അതായത് 4 എന്ന് പറയുന്നത് 3 + 1. അപ്പോൾ n × n + 1. അതായത് ഇവിടെ നോക്കിയേ 4 × 4 + 1. ഇവിടെ നോക്കാം 5. അപ്പോൾ 5 × 5 + 1. ഇവിടെ 6 × 6 + 1. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയേ ഉള്ളൂ. തുടർച്ചയായ n ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ എത്ര എണ്ണസംഖ്യയുണ്ടോ ആ എണ്ണസംഖ്യയുടെ എണ്ണത്തെ അതിന് തൊട്ടടുത്ത സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പം 100 എണ്ണസംഖ്യയുടെ തുകയാണെങ്കിൽ 100 × 101. അപ്പോൾ തുടർച്ചയായ n ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ n × n + 1. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത്. താങ്ക് യു.